നമ്മളെപ്പോലുള്ളവരെല്ലാവരും നേരിടുന്നൊരു പ്രശ്നം തന്നെയാണിത്. നമ്മൾ സ്നേഹിക്കുന്ന, തിരിച്ച് നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമോ വേണ്ടയോ എന്നറിയാതെ പകച്ചു നിൽക്കേണ്ടി വരുന്നൊരവസ്ഥ. ഒരുപക്ഷെ വീട്ടുകാരുടെ ഉപദ്രവത്തെക്കാളും ഭീഷണിയെക്കാളും നമ്മളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത് നമ്മൾ കാരണം അവർ വിഷമിക്കുന്നത് കാണുമ്പോഴായിരിക്കും. എൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുകയും ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്യുന്നത് എൻ്റെ അച്ഛനായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു പോയി. പക്ഷെ അച്ഛനിൽ നിന്ന് തന്നെയാണ് ഇപ്പം ഏറ്റവും കൂടുതൽ വെറുപ്പും ഭീഷണിയും നേരിടേണ്ടി വരുന്നത്. ചേച്ചി പറഞ്ഞതുപോലെ ഉപദ്രവവും ഭീഷണിയൊന്നും ഞാനും അത്രയ്ക്ക് കാര്യമാക്കുന്നില്ല. പക്ഷെ ഞാൻ കാരണം അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പിന്നീട് ഒരിക്കലും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് വേണ്ടി ഞാനല്ലാതായ പിന്നെ എനിക്കൊരു ജീവിതമില്ല. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഈ ഘട്ടമെന്ന്. അതൊന്ന് തരണം ചെയ്ത് കിട്ടിയാൽ പിന്നൊരു ധൈര്യമാണ് എല്ലാത്തിനും. പിന്നെ കോളേജിൽ പോകുന്ന കാര്യം എന്ത് തീരുമാനിച്ചു? എനിക്കറിയില്ല ചേച്ചി. പോകണമെന്ന് തീരുമാനിച്ച് തന്നെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷെ പലതും ആലോചിക്കുമ്പോൾ എന്ത് വേണമെന്നറിയാത്തൊരു കൺഫ്യൂഷൻ. അതാ ഞാൻ ചേച്ചി വിളിച്ചത്. നിന്റെ വിഷമം എനിക്കറിയാപ്പോ. അതുകൊണ്ടാ ജോലി തിരക്കിനിടയിലും ഞാൻ ഓടി വന്നത്. നിന്റെ അത്ര വിവരം പഠിപ്പൊന്നും എനിക്കില്ല. നമ്മുടെ രണ്ടുപേരുടെയും ജീവിത സാഹചര്യം ചുറ്റുപാടുമെല്ലാം നല്ല വ്യത്യാസമുണ്ട്. പക്ഷെ അനുഭവിക്കേണ്ടി വരുന്ന ടെൻഷനും സങ്കടമൊക്കെ ഏതാണ്ട് ഒന്ന് തന്നെയാണ്. നീ നിനക്ക് വേണ്ടി ജീവിക്കണോ അതോ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണോ? അതല്ലേ ഇപ്പം നിന്റെ മനസ്സിൽ നടക്കുന്നൊരു വടംവലി. ആ മത്സരത്തിൽ മറ്റുള്ളവരുടെ ഭാഗമാണ് ജയിക്കുന്നതെങ്കിൽ പിന്നെ നിനക്ക് നീ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം ഉണ്ടാകില്ല. ഇനി നീയാണ് ജയിക്കുന്നതെങ്കിൽ നീ സ്നേഹിക്കുന്നവർ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ നിനക്ക് പറ്റുകയില്ല. അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്, ഇതൊരു കീറാമുട്ടിയ അവസ്ഥയാണെന്ന്. പക്ഷെ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാനൊരു കാര്യം പറയാം അപ്പോ, മറ്റുള്ളവർക്ക് വേണ്ടി നീ ഒരു ഒത്തുതീർപ്പിന് തയ്യാറായാൽ അവർക്ക് സമാധാനവും സന്തോഷവും കിട്ടുമെന്നൊക്കെ നീ വിചാരിക്കുന്നത് വെറുതെയാ. പിന്നീട് അങ്ങോട്ടുള്ള കാലം മുഴുവനും നിന്നെ നിന്റെ വീട്ടുകാർ ഭയന്നും സംശയിച്ചുമായിരിക്കും കഴിയുന്നത്. ഇനി ഒരിക്കലും നിന്റെ മനസ്സിൽ ഇങ്ങനെയൊരു ചിന്ത ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ വഴിയും അവർ നോക്കും. നിന്നെ വേഗം കല്യാണം കഴിപ്പിക്കും. അങ്ങനെ ഒരു ജീവിതത്തിനോട് നിനക്ക് പൊരുത്തപ്പെടാൻ പറ്റുമോ? അതറിഞ്ഞുകൊണ്ട് തന്നെ. അപ്പം വേറെ ആളുടെ ജീവിതം കൂടി താറുമാറാവും. പിന്നെ അടിയായി പ്രശ്നങ്ങളായി. ചുരുക്കി പറഞ്ഞാൽ എന്തിനു വേണ്ടിയാണോ നീ ഒത്തുതീർപ്പിന് തയ്യാറായത് അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവുന്നില്ല. തൽക്കാലത്തേക്ക് എല്ലാവർക്കും ഒരു ആശ്വാസം തോന്നുമെങ്കിലും ഭാവിയിൽ അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ല അപ്പോ? ചേച്ചി പറഞ്ഞത് 100% ശരിയാ. ഒരിക്കൽ നമ്മളെല്ലാം തീരുമാനിച്ചുറപ്പിച്ചിറങ്ങിയാൽ പിന്നെ തിരിഞ്ഞു നടക്കാതിരിക്കുക തന്നെയാണ് നല്ലത്. അങ്ങനെ ഒരു തിരിച്ചുപോക്ക് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രയോജനം ഉണ്ടാവുന്നില്ല അപ്പോ. ആ എത്തിയോ? എൻ്റെ ചേച്ചിയും മോനുവാ. ഒരു മിനിറ്റേ. നീ ചോദിച്ചത്ര കാശൊന്നുമില്ല സുമേ. എന്നാലും 4500 രൂപയുണ്ട്. തൽക്കാലം ഇതുകൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നടത്ത്. ഓപ്പറേഷൻ്റെ സമയമാകുമ്പോഴേക്കും എന്തെങ്കിലും കൂടെ ഞാൻ നോക്കാം. രവിയേട്ടനപ്പം എങ്ങനെയുണ്ട്? അതേ കിടപ്പ, വലിയ മാറ്റമൊന്നുമില്ല. നാളെ ചെക്കപ്പിന് കൊണ്ടുപോകണം. എൻ്റെ കയ്യിൽ എവിടുന്ന കാശ്? അതാ ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കുന്നത്. അതൊന്നും സാരില്ല ചേച്ചി, കാര്യങ്ങൾ നടക്കട്ടെ. നീ നാളെ ചെക്കപ്പിന് കൊണ്ടുപോ. അമ്പിളിക്കുട്ട, മോനെ അമ്പിളിക്കുട്ട. ഇതിരിക്കട്ടെടി, വല്ല 10,000 അടിച്ചാ അതാവൂല്ലോ. എന്നാ പോട്ടെ, നാളെ ചെക്കപ്പിന് കൊണ്ടുപോയിട്ട് വിളിക്കാം. വാ മോനെ.
വീട്ടുകാർക്ക് നമ്മളെ മാത്രമേ വേണ്ടാതുള്ളൂ, നമ്മുടെ കാശിന് അയിത്തൊന്നുമില്ല. ഞാൻ പെണ്ണായി ജീവിക്കാൻ പോവാന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയത് ഇവളാ. പക്ഷെ പാവാ. എന്നാലും അവൾക്ക് സുഖാണെന്നൊരു വാക്കെന്നോട് ചോദിക്കായിരുന്നില്ലേ? സാരമില്ല, ഇതൊക്കെയാണ് നമ്മുടെ ജീവിതം. നമുക്ക് നമ്മളെ ഉള്ളു അപ്പു. കഴിവും ബുദ്ധിയുള്ള കൊച്ചാ നീ. ആർക്കു വേണ്ടിയും തോറ്റു കൊടുക്കരുത്. ഇപ്പം നമ്മളെ തള്ളിപ്പറയുന്നവരെ കൊണ്ട് നാളെ നമ്മൾ അംഗീകരിപ്പിക്കാൻ നോക്കണം. അവിടെയാണ് നമ്മുടെ വിജയം. അതുകൊണ്ട് നീ ധൈര്യമായിട്ട് കോളേജിൽ പോയി പഠിച്ച് രക്ഷപ്പെടാൻ നോക്ക്. കളിയാക്കാൻ വരുന്നവനോടൊക്കെ പോയി പണി നോക്കാൻ പറ. എന്നാ ഞാൻ പോട്ടെ, പിന്നെ കാണാം.